ദേവീ കവചം നിത്യവും ജപിച്ച് ആരാധിച്ചാൽ എല്ലാവിധ അനുഗ്രഹങ്ങളും കാമനകളെയും പൂർത്തിയാക്കും എന്നാണ് വിധി. ആ ദേവീ കവചമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കുറേ ദിവസങ്ങളായിട്ട്. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന്. ജ്വാലാമുഖേ നഗജ്വാലാമഭേദ്യ സർവസന്ധിഷു ശുക്രം ബ്രഹ്മാണി മേ രക്ഷേ ഛായാം ഛത്രേശ്വരേ തഥാ. ജ്വാലാമുഖേ നഗജ്വാലാമഭേദ്യ സർവസന്ധിഷു ശുക്രം ബ്രഹ്മാണി മേ രക്ഷേ ഛായാം ഛത്രേശ്വരീ തഥാ. നഖജ്വാലാം, നഖങ്ങളുടെ കാന്തി, നഖകാന്തിയെ, ആ നഖം നല്ല തേജസ്സുള്ള നഖം, ആ നഖത്തിന്റെ കാന്തിയെ ജ്വാലാമുഖി എന്ന ദേവിയും സർവസന്ധിഷു അഭേദ്യ, എല്ലാ സന്ധികളിലും അഭേദ്യ എന്ന ദേവിയും തഥാ അതേപോലെ ഛായാം ഛത്രേശ്വരി, നമ്മുടെ ഛായയെ നിഴലുകളെ ഛത്രേശ്വരിയും ബ്രഹ്മാണി, അല്ലയോ ബ്രഹ്മാണി ഭഗവതി, മേ ശുക്രം, എൻ്റെ ശുക്ലത്തെ ബ്രഹ്മാണിയും സംരക്ഷിച്ചാലും രക്ഷിച്ചാലും. അഹങ്കാരം മനോബുദ്ധി രക്ഷമേ ധർമ്മചാരിണി, അഹങ്കാരം മനോബുദ്ധി രക്ഷമേ ധർമ്മചാരിണി. എൻ്റെ അഹങ്കാരം, മേ അഹങ്കാരം, എൻ്റെ അഹങ്കാരം, അഹങ്കാരത്തെ, മനോബുദ്ധിയെ, മനസ്സിനെയും ബുദ്ധിയെയും, ധർമ്മചാരിണി, അല്ലയോ ധർമ്മചാരിണി എന്ന ദേവി രക്ഷിച്ചാലും. അപ്പോൾ നമ്മുടെ അഹങ്കാരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും രക്ഷിക്കുന്നത് ധർമ്മധാരിണി, ധർമ്മചാരിണി എന്ന ദേവിയാണ്. അതേപോലെ നഖകാന്തിയെ ജ്വാലാമുഖി എന്ന ദേവിയും സർവസന്ധികളെയും അഭേദ്യ എന്ന ദേവിയും നിഴലിനെ ഛത്രേശ്വരി എന്ന ദേവിയും ശുക്രത്തെ അഥവാ ശുക്ലത്തെ ബ്രഹ്മാണി എന്ന ദേവിയുമാണ് രക്ഷിക്കുന്നത്. ജ്വാലാമുഖേ നഖജ്വാല മഭേദ്യ സർവസന്ധിഷു ശുക്രം ബ്രഹ്മാണി മേ രക്ഷേ ഛായാം ഛത്രേശ്വരീ തഥാ. ജ്വാലാമുഖേ നഖജ്വാല അഭേദ്യ സർവസന്ധിഷു ശുക്രം ബ്രഹ്മാണി മേ രക്ഷേ ഛായാം ഛത്രേശ്വരീ തഥാ. ജ്വാലാമുഖേ നഖജ്വാല അഭേദ്യ സർവസന്ധി ശുക്രം ബ്രഹ്മാണി ഛായാം ഛത്രേശ്വരി. അഹങ്കാരം മനോബുദ്ധി ഇത് ധർമ്മചാരിണി, അഹങ്കാരം മനോബുദ്ധി രക്ഷമേ ധർമ്മചാരിണി. ജ്വാലാമുഖേ നഖജ്വാല മഭേദ്യ സർവസന്ധിഷു ശുക്രം ബ്രഹ്മാണി മേ രക്ഷേ ഛായാം ഛത്രേശ്വരീ തഥാ. അഹങ്കാരം മനോബുദ്ധി രക്ഷാമേ ധർമ്മചാരിണി. പ്രാണപാനൗ തഥാ വ്യാന സമാനോ ദാനമേവ ച യശകീർത്തിം ച ലക്ഷ്മീം ച സദാ രക്ഷതു ചക്രിണീ. പ്രാണപാനൗ തഥാ വ്യാന സമാനോ ദാനമേവ ച യശകീർത്തിം ച ലക്ഷ്മീം ച സദാ രക്ഷതു ചക്രിണീ. പ്രാണപാനൗ, പ്രാണനെയും അപാനനെയും, നമ്മുടെ ശരീരത്തിലുള്ള വായുക്കളാണ് ഈ പ്രാണൻ, അപാനൻ, സമാനൻ എന്നൊക്കെ പറയുന്നത്. ഈ പഞ്ചവായുക്കളെ, അതിൽ പ്രാണപാനങ്ങളെ, അതേപോലെ വ്യാനസമാനോദാനം ഇവയെ, ഈ പഞ്ചപ്രാണങ്ങളെയും യശസ്സിനെയും കീർത്തിയെയും ലക്ഷ്മിയും ച, ലക്ഷ്മിയെയും എല്ലായ്പ്പോഴും ഐശ്വര്യം, ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, ഐശ്വര്യത്തെയും എല്ലായ്പ്പോഴും ചക്രിണീ രക്ഷതു
ചക്രിണി എന്ന ദേവി രക്ഷിക്കട്ടെ. പഞ്ച പ്രാണനുകളെയും യശസ്സിനെയും കീർത്തിയെയും ലക്ഷ്മിയെയും ഐശ്വര്യത്തെയും ചക്രേശ്വരി എന്ന ദേവി രക്ഷിക്കട്ടെ. പ്രാണപാനൗ തഥാ വ്യാന സമാനോ ദാനമേവ ച യശകീർത്തിം ച ലക്ഷ്മീം ച സദാ രക്ഷതു ചക്രിണീ. ജ്വാലാമുഖേ നഗജ്വാല മഭേദ സർവസന്ധിഷു ശുക്രം ബ്രഹ്മാണി മേ രക്ഷേ ഛായാം ഛത്രേശ്വരീ തഥാ അഹങ്കാരം മനോബുദ്ധി രക്ഷേന്മേ ധർമ്മചാരിണി. പ്രാണപാനൗ തഥാ വ്യാന സമാനോ ദാനമേവ ച യശകീർത്തിം ച ലക്ഷ്മീം ച സദാ രക്ഷതു ചക്രിണീ. ഇങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളെയും സർവധാതുക്കളെയും സർവഭൂതങ്ങളെയും ദേവിയുടെ വിവിധങ്ങളായ രൂപങ്ങളിലൂടെ വിവിധങ്ങളായ അവതാര സ്വരൂപങ്ങളിലൂടെ രക്ഷിക്കണമേ എന്ന് ദേവിയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ദേവിയുടെ വിവിധാവതാരങ്ങളായ ദേവമൂർത്തികൾ നമ്മുടെ ശരീരത്തെ ഒരു കവചം പോലെ രക്ഷിച്ച് എല്ലാ ആപത്തുകളിൽ നിന്നും മാറ്റി നിർത്തി രക്ഷയെയും ഐശ്വര്യത്തെയും സമാധാനത്തെയും സന്തോഷത്തെയും നമുക്കായി നൽകും.